ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഹോർത്തൂസ് എന്ന പേര്, അതിൻ്റെ വരവ്. ഹോർത്തൂസ് ആദ്യമായി മലയാള ലിപി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണെങ്കിൽ കേരള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആരംഭിച്ച ഒരു സാഹിത്യ കൂട്ടായ്മ ഭാഷാപോഷിണി സഭ, അതിൻ്റെ പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പുതിയ ഒരു അക്ഷരോത്സവമായി മലയാള മനോരമയുടെ ഹോർത്തൂസ് അവതരിപ്പിക്കപ്പെടുകയാണ്. നമുക്ക് തന്നെ കാണാം, സെലിബ്രേറ്റ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഇവിടെ കലയും സാഹിത്യവും ആഘോഷമാകുന്ന ഒരു കാലത്തിൽ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ഹോർത്തൂസ് ഔട്ട്റീച്ച്, അതിലേക്ക് എത്തിയ എല്ലാവർക്കും കൃത്യമായ ഒരനുഭവം ആദ്യം തന്നെ ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം നാടകം, സിനിമ, സാഹിത്യം. ആത്മാവിഷ്കാരത്തിനും അതുപോലെ തന്നെ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതിനും ഏറ്റവും ശക്തമായ 3 മാധ്യമങ്ങളാണ് നാടകവും സിനിമയും സാഹിത്യവും. ഒരിടത്ത് നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ, നാടകത്തിൻ്റെ അരങ്ങൊരുങ്ങുമ്പോൾ അവിടെ വിപ്ലവത്തിലുള്ള വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു എന്ന് അധികാരികൾ ഭയക്കുകയും ജനങ്ങൾ സന്തോഷിക്കുകയും ചെയ്തിരുന്നു ലോകത്തെവിടെയും. അത്രയും സംവേദനശേഷിയുള്ള ഒരു മാധ്യമമാണ് നാടകം. ആ നാടകം കേരളത്തിലും വളരെ ശക്തമായ വേരുകളുള്ള ഒന്നാണ്. ആദ്യകാലങ്ങളിൽ കാക്കാരിശി നാടകം പോലെയുള്ള തനത് നാടക സംസ്കാരങ്ങളിൽ നിന്ന് വന്ന് പിന്നീട് തമിഴ് നാടോടി നാടകങ്ങളും സംസ്കൃത നാടക പരിഭാഷകളും ഉൾപ്പെടെ ശക്തമായ അടിത്തറയിൽ നിന്ന് പ്രൊഫഷണൽ, അമച്വർ, പരീക്ഷണ നാടകങ്ങൾ, തനത് നാടകങ്ങൾ, KPSCയുടെ നാടകങ്ങൾ തുടങ്ങി ഏറ്റവും ശക്തമായ ഒരു അടിത്തറയിൽ സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും പിന്നണിയിൽ പ്രവർത്തിച്ച, ഒരുപക്ഷെ മുന്നണിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു കലയാണ് നാടകം. നാടകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് കേരള സംസ്കാരത്തെയോ കേരള സാഹിത്യത്തെയോ കേരളത്തിലെ രാഷ്ട്രീയത്തെയോ ചർച്ച ചെയ്യാനാവില്ല. അത്തരത്തിലുള്ള ഒരു കലാരൂപം ഏറ്റവും ശ്രദ്ധേയമായ കാലഘട്ടങ്ങൾ കടന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നിശ്ചയമായും നാടകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവയിൽ നല്ല നാടകങ്ങളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അവ പറയാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ എത്രത്തോളം ജനങ്ങളിൽ സംവേദനം ഉണ്ടാക്കുന്നുണ്ട് എന്നത് സംശയമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ എല്ലാ കാലത്തും പ്രത്യേകിച്ച് അധ്യാപകരുടെ ഇടയിൽ പുതിയ തലമുറയെ നമ്മൾ നാടകം പഠിപ്പിക്കുമ്പോൾ ടെക്സ്റ്റുകളിലൂടെ, പാഠങ്ങളിലൂടെ അതിനെ നമ്മൾ ഉദാഹരിക്കുമ്പോൾ ശരിക്കും നാടകം എന്ന് പറയുന്നത് നടിക്കപ്പെടുന്നതാണ്, നാടിൻ്റെ അകം കാണിക്കുന്നതാണ്. എങ്കിലും അത് സാഹിത്യമാകുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞാലും അതിന് സംവേദനക്ഷമതയുണ്ടാകുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന നാടകങ്ങൾ ടെക്സ്റ്റുകളായി മാറുന്നുണ്ടോ, സാഹിത്യ രൂപം പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നതും ചോദ്യമാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കാലത്തെ അതിജീവിച്ച ആ നാടകങ്ങൾ നിലനിൽക്കില്ലേ എന്നൊരു ചർച്ചയും നിശ്ചയമായും കേരള സമൂഹത്തിൽ തുടർന്ന് വരേണ്ടതാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നാടകത്തെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബകഥ തന്നെയാക്കിയ, കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാക്കിയ വിജയരാഘവൻ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ നാടകകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഇന്നത്തെ നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം ഈ ഒരു ഘട്ടത്തിൽ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വളർന്ന കാലവും കൃത്യമായി നമ്മളിലേക്ക് സംവേദനം ചെയ്യപ്പെടും എന്ന ആഗ്രഹവും പങ്കുവയ്ക്കുന്നു. അടുത്തത് സിനിമയാണ്. ചലനചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം കേരളത്തിൽ ആദ്യം നമ്മൾ നടപ്പിലാക്കിയത് നിഴൽ പാവക്കൂത്തിലാണ്. കത്തിച്ചു വെച്ച വിളക്കിന് മുന്നിൽ വലിച്ചു കെട്ടിയ തിരശ്ശീലയ്ക്ക് രണ്ടിനും ഇടയിൽ ചലിപ്പിക്കുന്ന പാവകൾ, തോൽപാവകളിലൂടെ ചിത്രങ്ങളെ ചലിപ്പിക്കാനാവുമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയും പിന്നീട് അത് സിനിമ എന്ന ഒരു സാധ്യതയിലേക്ക് വളർന്നപ്പോൾ അധികം താമസിയാതെ അതിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു മലയാളം. അതിൽ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, സിനിമ സംസാരിക്കാതിരുന്ന കാലത്തും നമ്മൾ പറയുന്നത് മലയാള സിനിമകളുണ്ടായി എന്നാണ്. മൂവി ക്യാമറ ഒരു ട്രൈപോഡിൽ ഉറപ്പിച്ചു വെച്ച്, ഒരു അരങ്ങിലേക്ക് നടീനടന്മാർ, നാടകത്തിലെ നടീനടന്മാർ വരുന്നത് പോലെ അഭിനേതാക്കൾ ആ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിച്ച് നടന്നു പോകുന്ന ഒരു കാലം അത് സിനിമയ്ക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് സിനിമ ഒരുപാട് വികസിച്ചു. പുരാണ കഥകളിൽ നിന്ന് സാധാരണക്കാരൻ്റെ കഥകളിലേക്ക് വന്നതുപോലെ
സാങ്കേതികതയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് സിനിമയിലുണ്ടായത്. അത് തന്നെ നമ്മൾ കാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ പലപ്പോഴും അത് ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ഡെത്ത് അനോഡോമി നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ അത് കോവിഡിന് മുൻപ് കോവിഡിന് ശേഷം എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കൃത്യമായ ഒരു അളവുകൾ. കോവിഡിന് ശേഷം സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സീ യു സൂൺ എന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ അതിലെ ഓരോ അഭിനേതാവും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നാണ് അഭിനയിച്ചത്. ആ അഭിനയത്തെ കൂട്ടിച്ചേർത്ത് OTT റിലീസ് ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യയിലൂടെ പ്രേക്ഷകരിൽ എത്തിയപ്പോൾ അവിടെ വിപ്ലവകരമായ പല മാറ്റങ്ങളുമാണ് സംഭവിച്ചത്. അതിനും കടന്ന് AI-യുടെ വരവോടുകൂടി നടീനടന്മാരാവശ്യമില്ലാത്ത, സാങ്കേതിക പ്രവർത്തകരാവശ്യമില്ലാത്ത ഒരു മേഖലയിലേക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് ചുവട് വയ്ക്കാം ഒരു സാധ്യത കൂടി ഇന്ന് നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ ഇത് സാങ്കേതികതയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് സിനിമയിൽ കണ്ട ഒരു കാര്യം ചുരുളി എന്ന സിനിമയുടെ പിന്നീട് ഉണ്ടായ വിവാദമാണ്. അതിൽ അഭിനയിക്കുന്ന നടൻ തൻ്റെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതാണ് താൻ പറയുന്നത് എന്ന് ബോധ്യമുള്ള ഒരാൾ അത് പൊതുവേദിയിൽ അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കപ്പെടില്ല എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് താൻ അത് ഡബ് ചെയ്തത് എന്ന് പറയുകയും സംവിധായകൻ അതിന് എതിർവാദവുമായി മുന്നിൽ വരികയും ചെയ്ത ഒരു റീസൺ, വളരെ സമകാലികമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ആവിഷ്കാരങ്ങളുടെ അതിരുകൾ എവിടെ വരെ ആകണമെന്ന് സിനിമാ പ്രവർത്തകർ അല്ല തീരുമാനിക്കേണ്ടത് എന്ന തരത്തിലെ ഒരു ചർച്ചയും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. അങ്ങനെ സിനിമയും അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളം ഇപ്പോൾ ഉപയോഗിക്കാൻ സാധ്യമാകുന്ന അവസ്ഥയിലാണ് എന്ന ചർച്ച സമകാലികത ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇനി അടുത്ത് സാഹിത്യത്തിൽ എഴുതുന്ന ആൾക്കൊപ്പം തന്നെ സ്ഥാനം വായനക്കാരനുമുണ്ട്. ഒരുപക്ഷെ എഴുതുന്ന ആളേക്കാൾ കൂടുതൽ സ്ഥാനം വായനക്കാരനുണ്ട്. കാരണം അത് ഏറ്റെടുക്കുന്നതും അതിൻ്റെ തുടർച്ച സാധ്യമാകുന്നതും വായനയിലൂടെയാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് എഴുത്തും വായനയും. ആ വായനക്കാരൻ്റെ പക്ഷത്ത് നിന്ന് സമകാലിക എഴുത്തിനിപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എഴുത്ത് ആർക്കും സാധ്യമാകുന്ന പ്രസാധകൻ്റെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതമോ ആവശ്യമില്ലാത്ത വിധം സമൂഹ മാധ്യമങ്ങളിലൂടെ ആർക്കും എഴുത്തുകാരാകാവുന്ന, എവിടെ വരെയും തങ്ങളുടെ ആവിഷ്കാര ശേഷി എത്തിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് സാഹിത്യവും മാറിയിട്ടുണ്ട്. അവിടെയും അവാർഡ് ദാനങ്ങളും തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളും ഏതാണ്ട് വ്യക്തിഹത്യ വരെ ആയി നിൽക്കുന്ന ഒരു കാഴ്ച സമകാലിക കേരളം കാണുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കാഴ്ചകളുടെ ചർച്ചകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളും നിങ്ങളേവരും കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ വേദി ധന്യമാക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദ്യമായി വിജയരാഘവൻ സാറിലേക്ക്. സർ, ഒരു കാലഘട്ടം നാടക ചരിത്രം സാറിന് ശരിക്കും കുടുംബ വിശേഷമാണ്. ആ കാലത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചത് വെച്ച്, ഒരു നടൻ വരാതിരുന്ന സമയത്ത് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സർ ആദ്യമായി ഒരു റോൾ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടിലും വെള്ളിത്തിരയിലും, അതായത് തിരശ്ശീലയിലും ധാരാളം വേഷങ്ങൾ ചെയ്ത് ഒരു കാലത്തോടൊപ്പം സഞ്ചരിച്ചു. എന്താണ് സാറിന് ഈ കാലത്തെക്കുറിച്ച്, ഈ യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? നാടകം, സിനിമ, സാറിൻ്റെ സഞ്ചാരയാത്ര. ഇങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ അപ്പം താമസിച്ചു പോയി എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണക്കാരൻ പൂർണ്ണമായിട്ടും ഞാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അറിയാണ്ട് റോഡും ഇവിടുത്തെ വാഹനത്തിൻ്റെ തിരക്കും എല്ലാം കൂടെ അങ്ങനെ ഞാൻ പെട്ടുപോയതാണ്, ക്ഷമിക്കാം. ഇനിയിപ്പോൾ നാടകത്തിനെ പറ്റി പറയാനായിട്ട് ഞാൻ എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. അതായത് എനിക്ക് ഏകദേശം ഒരു അറിവ് വെച്ചപ്പം പോലും ഞാൻ നാടകം കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ
ഓർമ്മയിൽ ഒരു നാടകം, അതെന്താ നാടകമാണെന്ന് എനിക്കറിയില്ല. കൂരിരുട്ട്, കുറച്ച് വെളിച്ചമൊക്കെ അവിടെ കണ്ടാൽ കുറച്ച് ഇങ്ങനെ ലൈറ്റല്ല ഓഫ് ചെയ്തിട്ട് പൂർണ്ണമായ ഇരുട്ടിലാണ്. ഇപ്പം ദൂരെ ഒരു ചെറിയ ലൈറ്റ്, ഒരു ചുമല കർട്ടൻ, ഒരു തുണി കർട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് ഞാൻ നോക്കുന്നത്. അമ്മയുടെ മടിയിലിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കർട്ടൻ അങ്ങോട്ട് ഉയർന്നു. ഒരു കാടാണ്. കാടെന്ന് പറഞ്ഞാൽ എനിക്കത് ശരിക്കും അന്നത്തെ കുട്ടിയായ എനിക്ക് ശരിക്കും കാടായിട്ടതോ അനുഭവപ്പെട്ടത്. ആ കാട്ടൊരു മ്യൂസിക്കും ഒരു പാട്ടും എല്ലാം കൂടെ വന്നു. അപ്പോഴെന്തൊക്കെയോ കാട്ടിൽ അകപ്പെട്ട ഫീലാണ് എനിക്കുണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാട്ടിലൊരു ഭീകര രൂപം പുറത്തോട്ട് വന്നു. ഒരു കയ്യിൽ വലിയ എലിയും കഷ്ണം പിടിച്ചോണ്ടിറങ്ങുന്നത്. എന്നിട്ടൊരു അലർച്ച. അപ്പം ഒരു പാട്ടുണ്ട്. ആ പാട്ട് പേമാരി ചൊരിയുന്നു, ഇടിമിന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതിയുടെ ഭാവങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള പാട്ടാണ്. അപ്പം ഈ ഇടിമിന്നലൊക്കെ കണ്ടിട്ട് ഭയന്നിട്ട് ഈ ഒരു കാട്ടുമനുഷ്യനാണ് ഇദ്ദേഹം അലർന്നു. ആ അലർച്ചയോടുകൂടി ഞാനൊന്ന് കരഞ്ഞു, പേടിച്ച് കരഞ്ഞു. എൻ്റെ നാടക ജീവിതത്തിൻ്റെ ആദ്യ തുടക്കം ആ ഒരു കരച്ചിലാണ്. ആ കരച്ചിലിൻ്റെ ആണ് എൻ്റെ നാടകം, എൻ്റെ നടൻ ഉത്ഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അരങ്ങത്ത് കണ്ട നടൻ എൻ്റെ അച്ഛനായിരുന്നു. പിന്നീട് അമ്മ പറഞ്ഞ് പേടിക്കേണ്ട, അച്ഛനല്ലേ ഇത് നാടകമാണെന്നൊക്കെ പറഞ്ഞു. അതായത് എൻ്റെ ആദ്യ നാടകത്തെ പറ്റിയൊരു ബോധം. പിന്നീട് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് ഞാൻ പകരക്കാരായിട്ടല്ല. ഞാൻ ഒരു 7 വയസ്സ് 6 വയസ്സുള്ളപ്പോൾ പോർട്ടുഗൽ ഞാൻ നമ്മുടെ നാടകത്തിന് ഞാനതൊരു തെരുവുതിരി ചെക്കനായിട്ടാണ് ആദ്യം അഭിനയിച്ചത്. അതായിരുന്നു എൻ്റെ ആദ്യ അഭിനയം സ്റ്റേജിൽ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ കാപാലിക എന്ന് പറയുന്ന നാടകം, അച്ഛൻ്റെ വളരെ പ്രസിദ്ധമായ നാടകമാണ്. അത് എന്നും എല്ലാ ദിവസവും നാടകം, 325 ദിവസവും നാടകമുണ്ട്. അപ്പം ഞാൻ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുക. അവധി ഏതൊരു വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ട് വേണ്ടത്താണ് നാടകം. അപ്പം അച്ഛൻ പറഞ്ഞ നീ കൂടെ ചുമ്മാ പോവാം. ഞാൻ വണ്ടിയിൽ കയറി. വണ്ടി വിട്ട് കോട്ടയത്ത് വന്നപ്പോൾ പറഞ്ഞധികം തലേ ദിവസത്തെ നാടകം കോട്ടയത്ത് ഇറങ്ങും, വീട്ടിൽ പോകും. അവിടുന്ന് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഒരാൾ വന്നിട്ടില്ല. അദ്ദേഹം എറണാകുളത്തുള്ള ആളാണ്. ഒരു അസുഖമുണ്ട്, വീട്ടിൽ വരില്ലാന്ന് പറഞ്ഞു. ഫോണിൽ ലാൻഡ് ഫോണേ ഉള്ളൂ. അവിടെ അടുത്ത ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു വരില്ലാന്ന്. ആ മനുഷ്യൻ അഭിനയിക്കുന്ന കഥാപാത്രമാണെങ്കിൽ ഒരു 10-65 വയസ്സുള്ള കുന്നംകുളത്തുകാരനായ ഇട്ടൂപ്പ് എന്നൊരു കഥാപാത്രം. ഒരു കല്യാണ ദല്ലാളാണ്. ഇത് വരില്ല. അപ്പോൾ അച്ഛൻ അതിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ബാക്കി നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഓരോരുത്തരും ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. വേറെ പകരം ആളില്ല. അപ്പം എല്ലാവരും വളരെ പാനിക്കായി. അച്ഛൻ എന്നിട്ട് അസുഖമാണ് സാറില്ല, വണ്ടി വിടാൻ പറഞ്ഞു. അപ്പം എല്ലാപ്പോഴും അത്ഭുതം. അച്ഛൻ എന്താ അങ്ങനെ പറയാൻ കാര്യം? മറ്റൊന്നും ഒരാളെ കണ്ടിട്ടുമില്ല. കുറച്ച് വണ്ടി കോട്ടയം ടൗണിൽ വന്നിട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു ബെഡുണ്ട് കട്ടിലേക്ക് കിടക്കാൻ. ഒരു കട്ടിലാണ്, സീറ്റല്ല വണ്ടിയിൽ. പക്ഷെ എഴുന്നേറ്റ് പറഞ്ഞു, എടാ ഇന്ന് ആ റോള് നീ അഭിനയിക്കണം. എനിക്ക് അന്ന് 10-16-17 വയസ്സുള്ള എനിക്ക്. അപ്പോൾ 65 വയസ്സുള്ള മനുഷ്യൻ്റെ കഥാപാത്രമാണ് അഭിനയിക്കുന്നത്. അവര് എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് അങ്ങനെ എല്ലാം അഭിനയിച്ച് പറ്റുള്ളൂ, നാടകം കളിക്കില്ല. അതായിരുന്നു നാടകത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. അങ്ങനെ ആ യാത്രയിൽ തിരുവനന്തപുരം കോട്ടയം മുതൽ തിരുവനന്തപുരമുള്ള യാത്രയിൽ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞ് എന്നോട് ഡയലോഗ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഡയലോഗ് പഠിപ്പിച്ചാണ് ഞാൻ നാടകം വെച്ചത്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. നമ്മുടെ കൗണ്ടെല്ലാം വളരെ നമുക്ക് പിന്നെ സ്വപ്നമുണ്ട്, മ്യൂസിക് എല്ലാം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാവനയെ ഒരു സെന്റിമീറ്റർ ഉയർത്തുന്നതായിരിക്കും നാടകം എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ ബേസിക്കായിട്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത കലാരൂപം ആണ് ഈസിയായിട്ട് നമ്മളെല്ലാം അങ്ങനെ സുഖാവില്ല കാണില്ല. ഇപ്പോഴത്തെ എല്ലാവരും ഇല്ലാതെ വെറുതെ അങ്ങനെ സുഖമില്ല, എത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്ട്രെസ് വേണ്ട. അതാണ് നാടകത്തിന് സംഭവിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ നാടകം മറ്റേ നാടകങ്ങളുടെ കുറവുണ്ട്. ഒരു നാടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അമ്പലപ്പറമ്പിലൊരു വലിയ ജനാവധി എടുത്ത് പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അത് ബുദ്ധിമുട്ടാണ് കൂടുതലാണ്. അപ്പോൾ നാടകം സ്റ്റേജിൽ അഭിനയിച്ചിരിക്കുമ്പം ഒരു 3-4 റോയ്ക്ക് അപ്പുറം ഇരിക്കുന്നവർക്ക് നടൻ്റെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ പറ്റില്ല. അത് പിന്നെ ശബ്ദം കൊണ്ടാണ്.
90% നാടകവും കേൾക്കുന്ന ശബ്ദം നിൽക്കണമെന്നാണ്. അത് ഒരു പരിധി കഴിഞ്ഞാലും ഈ വലിയ കോളാമ്പിക്ക് അവിടെ കേട്ട് കഴിഞ്ഞാൽ ഹരഗംഭീരമായ ശബ്ദം പോലും അവിടെ ചെല്ലുമ്പോൾ വേറെ ശബ്ദത്തിൽ കേൾക്കുക. പിന്നെ ശബ്ദം കൊണ്ട് അത്ഭുതകരമായ വികാരങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവാണ് നമുക്ക്. എനിക്ക് മാത്രമേ നാടകങ്ങൾ ദൂരെ എത്തിക്കാൻ പറ്റൂ. എനിക്കിപ്പോലും 10,000 പേരൊക്കെ മാക്സിമം അത്ര വേണ്ട 500 പേരൊക്കെ നാടകങ്ങളാണ് മതി. എങ്കിലും ശരിക്കും നാടകം എത്തുള്ളൂ. ഇത് അന്നത്തെ കാലത്ത് നാടകം പണം മുടക്കി കണ്ടുപോകുന്നു. ടിക്കറ്റ് വെച്ചാൽ നാടകങ്ങൾ ഞാനൊക്കെ നാടകം കളിക്കുന്ന ഒരു 80-90 വരെയൊക്കെ ടിക്കറ്റ് നാടകങ്ങൾ അതിനുള്ള ആൾക്കാരുണ്ട്. ഫൈനാൻസ് സൊസൈറ്റി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം നാടകം കാണാൻ അതുപോലെ പ്രേക്ഷകരുണ്ടായിരുന്നു. പണം മുടക്കി വിലയുള്ളതായിരുന്നു നാടകം. അതല്ലാതെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു 10,000 ചോദിക്കുന്ന സദസ്സിൽ നാടകമായി തീരും. അതാണ് വേറെ മാറ്റം വന്നിരിക്കുന്നത്. ഒരുപാട് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നാടകം നമ്മൾ നടന്നു പോകുന്നത് അത് പറഞ്ഞെടുക്കാൻ പറ്റില്ല. അത് നശിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. അത് പല പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ അക്കാദമിക്കലായിട്ട് കാണിക്കാൻ പറ്റി അങ്ങനെ പ്രയോഗമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൃത്രിമമായ ശബ്ദവും കൃത്രിമമായ ഡയലോഗ് പ്രസന്റേഷൻ ഗ്ലോബൽ റിയലിസ്റ്റിൽ അങ്ങേയറ്റം വിട്ടിട്ട് വേറെന്തോ രീതിയിലൊക്കെ സംസാരിക്കുന്ന നാടകങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പടക്ക നാടകങ്ങൾ പറയും. ഇതൊക്കെ ആൾക്കാരെ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ചാനലുകൾ വന്നു, ടി വി അതൊക്കെ ബാധിക്കുന്നുണ്ട്. എഴുത്തും ക്യാമറയ്ക്ക് പിന്നിലായി നിന്ന മെലിഞ്ഞ ശാന്തമായ കണ്ണുകളുള്ള ചെറുപ്പക്കാരനെ ക്യാമറ മുന്നിലേക്ക് നിർത്തിയത് കാശ്മീരത്തിൽ ആദ്യമായിട്ടൊരു തീവ്രവാദിയായിട്ടാണ്. അതിനുശേഷം ഫ്രെയിമിനുള്ളിലും ഫ്രെയിമിന് പുറത്തുമായി ചലച്ചിത്രകാരനായും ഒപ്പം തന്നെ എഴുത്തുകാരനായും സമാന്തരമായ ജീവിതം നയിക്കുന്നുണ്ട് താങ്കൾ. ഏതാണ് കൂടുതൽ സന്തോഷവും സമാധാനവും തൃപ്തിയും ഒക്കെ തരുന്നത്? ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷമാക്കി കണ്ടുകൊടുക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പം വേദിയോടൊപ്പം ആയിരങ്ങളിലേക്ക് വികസിപ്പിച്ചിട്ടുള്ളത് എനിക്ക് അപരിചിതരായ വ്യക്തികളല്ല ഈ 2 പേരും ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ അല്ലെങ്കിൽ എഴുത്തിൽ ഏതിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി അഭിനയിക്കുന്നത് ചോദിച്ചാൽ അൾട്ടിമേറ്റായിട്ട് ഞാൻ അങ്ങനൊരു ഏതെങ്കിലും ഒന്നിൽ അഭിനയിക്കുന്ന ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. കഥ എഴുതുന്നുണ്ട്, അത് അച്ചടിച്ചു വരുന്നുണ്ട്, പുസ്തകങ്ങൾ വരുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഒരു കലാകാരനെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരിലേക്ക് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് കേൾക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കുടുംബത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹം നാടകത്തിലാണത് കണ്ടത്. ഞാൻ തിയേറ്ററിലായിരുന്നു, സിനിമാ തിയേറ്ററായിരുന്നു. 2 തിയേറ്ററുകളാണ്. എന്നെ നേരത്തെ സംസാരിച്ചു വന്നപ്പോൾ ഒരാൾ നാടകം എന്നത് അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു മനുഷ്യൻ കേട്ടു തിയേറ്റർ വന്നിട്ട് നാടകമാണോ സ്കൂൾ ഡ്രാമയിലാണോ എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ തിയേറ്റർ എന്ന് പറയുന്നത് സിനിമാ തിയേറ്ററാണ്. കലാചാര തിയേറ്റർ ഉണ്ടാകും. ഈ പുള്ളി എലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ദിവസമായിരുന്നു. അപ്പം ആ സമയത്ത് ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകാരൻ ഒരു പണിയുണ്ടായിരുന്നു. അപ്പം കേരളത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്തിട്ടുള്ളവർ അവരൊക്കെ ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനിച്ച 91 ദിവസം എൻ്റെ അമ്മ എൻ്റെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ സിനിമ കാണുന്നുണ്ട്, ഇന്നലെയും ഒരു സിനിമ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ സിനിമ എൻ്റെ ഒരു പാഷനാണ്. അപ്പം ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അച്ഛൻ പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ആ പുസ്തകങ്ങളായിരുന്നു ആരംഭകാലത്ത് വായനയുടെ. അപ്പോൾ 2 തരത്തിലുള്ള വഴികളിലേക്ക് എന്നെ നീട്ടിയത് എൻ്റെ അച്ഛനാണ്. അപ്പം ഇന്നും അത് തന്നെയാണ്. പാസ്റ്ററിനോടൊപ്പം ഇല്ല, പക്ഷേ എങ്കിൽ പോലും ഓരോ ദിവസവും ഞാൻ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഥകൾ എഴുതിയിട്ടുള്ളത് പലപ്പോഴും പലരും അമ്മയെക്കുറിച്ചാണ് പലപ്പോഴും കഥകൾ എഴുതാറുള്ളത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതി എൻ്റെ എല്ലാ കഥകളിലും എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം
ഒരർത്ഥത്തിൽ ഞാൻ എന്നെ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഒരാൾ മറ്റൊരാളോട് പറയട്ടെ, എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും എൻ്റെ മാർക്ക്. അപ്പോൾ അവരും എനിക്ക് ധാരാളം കഥകൾ പറഞ്ഞു തന്നിരുന്നു. അപ്പം ഈ പറയുന്നതിൽ നിന്നും അവരിൽ നിന്ന് കിട്ടിയ അറിവ് മറ്റൊരാളിലേക്ക് പകരുക എന്ന് പറയുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എൻ്റെ ഉള്ളിലെ കലാകാരൻ എന്നുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാർക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ തന്നെ പിരിവ് നടത്തി കെട്ടി നമ്മൾ തന്നെ പറഞ്ഞ് കൊടുത്ത് ഡയലോഗ് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് അതിലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് കാശ്മീർ എന്ന സിനിമയിൽ തൊട്ട് മുമ്പ് തങ്കക്കൊലസ് നിന്ന് തമിഴ് പടം ഉണ്ടായിരുന്നു. അതിനകത്ത് രാജീവൻ ചെല്ലുന്നത് ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ആളില്ലാത്തത് കൊണ്ട് കുട്ടികൾ പറഞ്ഞൊരു കാര്യത്തിൽ ആളില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒരു സമാനത്തെ അനുഭവമായിരുന്നു. അവിടെയും ഷൂട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ആള് വരണമായിരുന്നു. ആ ആള് വരാൻ സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ രാജീവേട്ടൻ്റെ ഒന്ന് നിയന്ത്രിക്കും എന്ന് പറഞ്ഞ് ഞാനവിടെ വേഷം കിട്ടിയതാണ്. അത് തന്നെയായിരുന്നു കാശ്മീരത്തിലും സംഭവിച്ചത്. അപ്പം ആക്ടിങ് എന്ന് പറയുന്നത് എനിക്കൊരു പാഷൻ ലെവലിലേക്കൊന്നും ഞാൻ അന്ന് കൊണ്ടുവരും. കാരണം സിനിമ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ സന്ദർഭവശാൽ അഭിനയം ഒരു മേഖല എനിക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആ അഭിനയത്തിന് വേണ്ടി ഞാൻ വലിയ തോതിൽ ശ്രമങ്ങളൊന്നും നടത്തിയില്ല. പക്ഷെ ആസ് ആൻ ആക്ടർ എന്നുള്ളത് ഉണ്ടായിട്ടുള്ള ഗുണം എന്നുള്ളത് സിനിമ ചെയ്യാനും സിനിമയെക്കുറിച്ച് പഠിക്കാനും സിനിമ എന്ന മീഡിയത്തിലൂടെ മറ്റ് പല സംവിധായകരോടൊപ്പം വർക്ക് ചെയ്ത് പോയ ഒരു അവരൊക്കെ പറഞ്ഞു തന്നതും അവർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ ഞാൻ അവരോടുകൂടെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു സിനിമയിൽ എന്ത് ചെയ്യണം എന്ന് കുറേ പേര് പഠിപ്പിച്ചു, എന്ത് ചെയ്യരുത് എന്ന് കുറേ പേര് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ ചെയ്തത് തുറമുഖത്ത് തെറ്റുകൾ കണ്ടിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പം നമ്മൾ ഒരു സിനിമ ചെയ്യുന്നുവെങ്കിൽ ആ സിനിമ എന്നൊരു മീഡിയത്തിൽ നമ്മൾ എടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ അൾട്ടിമേറ്റായിട്ട് കാണുന്ന മനുഷ്യൻ്റെ മനസ്സിനെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ആ മനസ്സാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ സിനിമ എന്നൊരു മീഡിയത്തിനകത്തുകൊണ്ട് എനിക്ക് സംതൃപ്തിയാണ് വരുന്നത്. എഴുതുമ്പോഴാണ് എനിക്ക് സംതൃപ്തി. എൻ്റെ അടുത്ത് ഒരു വളരെ പ്രശസ്തനായ ഒരു ക്യാമറമാൻ പറഞ്ഞൊരു വാചകമുണ്ട്. 25 വയസ്സുടെ പേപ്പറും 5 വയസ്സുടെ മഷിയുണ്ടെങ്കിൽ ഇപ്പോഴല്ല, വളരെ മുമ്പാണ്. അതുകൊണ്ട് നിനക്കൊരു കഥ എഴുതാം, പക്ഷേ അത് നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയാണ്. പക്ഷേ അത് പോരാ ഒരു സിനിമ ചെയ്യാൻ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള കാലത്ത് എന്നോട് പറഞ്ഞൊരു ക്യാമറമാൻ പറഞ്ഞില്ല, ഇതിന് കുറേ കാശ് ആവശ്യമുണ്ട്. ആ കാശൊക്കെ ഉണ്ടായിട്ട് ആ കാശ് മുടക്കുന്ന ആളുണ്ട്, അയാളോട് കൂടി കമ്മിറ്റഡ് ആയിട്ടായിരുന്നു. മറ്റത് നിന്റെ മനസ്സിൽ തോന്നിയത് നിനക്ക് എന്ത് വേണമെങ്കിൽ എഴുതി വെക്കാം. ഒരു 20 ദിവസം ട്രെയിനിങ് പേപ്പറും 5 ദിവസം മഷി ഉണ്ടെങ്കിൽ നടക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഈ രണ്ട് തരത്തിലായിട്ട് തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചും സിനിമയും സാഹിത്യവും ഒക്കെ ഒന്നിൻ്റെ തന്നെ തുടർച്ചയാണെന്നതാണ്. മലയാള സാഹിത്യം ഞാൻ വായിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതും ഒരാളുടെ ഞാൻ കണ്ട സിനിമകൾ തന്നെയാണ്. അന്നത്തെ കാലത്ത് 70കളിലൊക്കെ വളരെ സജീവമായിട്ട് പഴയ നോവലുകളും എഴുത്തുകാരും വളരെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ എഴുതിയ നോവലുകളെ ആസ്പദമാക്കിയിട്ട് കഥകളെ ആസ്പദമാക്കിയിട്ടൊക്കെ ആയിരുന്നു സിനിമകളുണ്ടായിരുന്നു. തകഴിയുടെ ആയാലും കേശവദേവിൻ്റെ ആയാലും ദിവാസുദേവനായാലും പൊൻകുന്നം വർക്കി പോലെയുള്ള എഴുത്തുകാർ എഴുതിയിട്ടുള്ള തൊപ്പിവാസിയുടെ നാടാണ്. ഇതൊക്കെ തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് സിനിമയുണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഞാൻ വൈകുന്ന വിഷയക്കാരെ വായിക്കുന്നത് പഞ്ചാബ് എന്ന സിനിമ കണ്ടപ്പോഴും അംഗങ്ങൾ എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ നോവൽ വായിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ വളരെ പോപ്പുലർ. ഇപ്പൊ താരമീതി മുട്ടത്ത് കൊടുത്തൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെ അവരുടെയൊക്കെ കഥകളെയും നോവലുകളെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ധാരാളം സിനിമകളുണ്ടായിരുന്നു. ഇതൊക്കെ വായനയുടെ ഒരു വഴി കൂടി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ ഞാൻ കണ്ട സിനിമയിൽ നിന്ന് ഒരു റിവേഴ്സ് പ്രോസസ് ഉണ്ടാവുന്നുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നോവലുകൾ വായിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെച്ചം നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം ചെമ്മീൻ കണ്ടു കഴിഞ്ഞ നോവൽ സിനിമ കണ്ടതിന് ശേഷം ഞാൻ നോവൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തരത്തിലുള്ള വ്യത്യാസമാണ്. അപ്പം അവിടെ കണ്ടതല്ല ഈ എഴുത്തിനകത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും തന്നെ സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. ഞാനിത് പലപ്പോഴും പലയിടത്തും പറയാറുള്ളത് തന്നെയാണ്. കാരണം പാറപ്പുറത്തിന്റെ പല നോവലുകളും സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ പാറപ്പുറത്തിന്റെ നോവലിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് ഒരു വരി എടുക്കുന്നത്, പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി. മാത്യൂസ് കോട്ടയം സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ 60 വയസ്സായിരുന്നു. കാരണം മാത്യൂസ് 10 വയസ്സുള്ളപ്പോഴാണ് കോട്ടയത്ത് നിന്ന് ബോംബെയിലേക്ക് വണ്ടി കയറിയത്. അതിന് കഴിഞ്ഞിട്ട് പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി
മാത്യൂസ് കോട്ടയത്ത് നമ്മൾ 50 വർഷം കഴിഞ്ഞതിന് ശേഷം കോട്ടയത്ത് വന്നിറങ്ങുന്നുള്ളത്. ഇത് നമുക്ക് സിനിമയിൽ കാണിക്കുമ്പോൾ പാലത്തിനിടയിൽ പലവട്ടം കൊമ്പേറുള്ള വിഷ്വൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഞാൻ കണ്ടിട്ട് അതേ അവസ്ഥ തന്നെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോൾബോക്സിന്റെ ഒരു ഇന്നസെൻസ് എന്ന സിനിമയിൽ ഇതേപോലെ പാലത്തിനിടയിലുള്ള പലവട്ടം കൊമ്പേറുള്ള ഞാൻ കാണുന്നില്ലായിരുന്നു. അത് വേറൊരു അപ്പം ടെക്നോളജി മാറുന്നുണ്ട്, സിനിമയുടെ ടെക്നോളജി മാറുന്നുണ്ടായിരുന്നു. കുറെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ അവർ വളർന്നു, അവർ സൈക്കിളിൽ സഞ്ചരിച്ചു, അവര് പല 2 ദേശങ്ങളിലേക്ക് പോയി. 70-80 വയസ്സായപ്പോൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ ഇവരുടെ ഓർമ്മയിലൂടെ ഈ കുട്ടികളായിരുന്ന വ്യക്തികൾ ചെറുപ്പക്കാരായിട്ട് നാട് വിട്ടു പോകുന്നത് വരെയുള്ള അവസ്ഥകൾ കാണിച്ചു മുഴുവൻ ഒരു ചെറിയ കഴുവത്തിനകത്ത് ഒരു തോട് വഴി, ആ വഴിയിലൂടെ ഇവർ പലപ്പോഴായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനകത്തൂടെ താഴെ കൂടി പാലത്തിൽ ഈ വെള്ളം കടന്നു പോകുന്നത് കാണിച്ചുകൊണ്ട് അത് ഇന്റർകട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കാലം കടന്നു പോയതായിട്ട് കാണിച്ചത് കോൾബോക്സിൽ ഇന്നസെൻസ് എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പറയുന്ന നോവലിൽ പാറപ്പുറത്ത് എഴുതിയ നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് പറ്റില്ല എന്ന് വിചാരിച്ചത് പുതിയ കാലങ്ങളിലേക്ക് എത്തുമ്പോൾ ടെക്നോളജിയുടെയും അല്ലെങ്കിൽ വിഷ്വൽ സെൻസിന്റെ സ്വഭാവത്തിനകത്തൂടെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാകുന്നു. സിനിമയുടെ സാധ്യതകൾ ഈ രീതിയിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറ വെച്ചാൽ നാടകം ചെയ്യുന്നത് കൊണ്ട് സിനിമ കട്ടുന്ന കാലത്ത് നിന്ന് മാറി പുതിയ കാലത്ത് അത്രമേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സിനിമ എന്ന മീഡിയത്തെ നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും പല സിനിമകളും ലീനിയറായിട്ടും നോൺ ലീനിയറായിട്ടും നമ്മൾ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ലീനിയറായിട്ട് കഥ പറഞ്ഞപ്പോൾ ഒരാൾ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ജനിച്ച് 50 വർഷം കഴിഞ്ഞിട്ട് മരിച്ചു പോയി, 80-ാമത്തെ വയസ്സിൽ മരിച്ചു പോയി, ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത് ഉള്ള ഒരു ജീവിതം കാണിച്ചാൽ ഈ മരിച്ചു പോയതിലുള്ള കഥ നമുക്ക് ലീനിയറായിട്ട് പറഞ്ഞു പോകാം. പക്ഷേ ടെക്നോളജി മാറുമ്പോൾ ഈ മരണം ആദ്യം കാണിച്ച്, ആക്സിഡന്റ് ആദ്യം കാണിച്ച്, ആശുപത്രി കാണിച്ച്, പിന്നീട് ഫ്ലാഷ് ബാക്കിലൂടെ ഈ സ്വഭാവങ്ങൾ നരേഷന്റെ സ്വഭാവങ്ങൾ മാറ്റിക്കൊണ്ടുപോയി സിനിമയിൽ ഇത് ലീനിയറായിട്ട് ഷൂട്ട് ചെയ്താൽ പോലും നോൺ ലീനിയറായിട്ട് നമുക്ക് എഡിറ്റിംഗ് കൺസോളിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് സിനിമ ഉണ്ടാക്കും. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞ കാലത്ത് പുതിയ കാലം അതിവിപുലമായ തോതിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പണ്ടുണ്ടായിരുന്ന വളരെ സിമ്പിൾ സാധനങ്ങൾ, പണ്ടൊക്കെ വെച്ചിട്ട് ലെൻസുകൾ ഇപ്പോൾ ഏറ്റവും വളരെ മാക്രോ ലെവലുകളിലുള്ള ലെൻസുകൾ വന്നിട്ടുള്ളവരുണ്ട്. അപ്പം പണ്ടുണ്ടായിരുന്ന ടെക്നോളജി മാറുമ്പോൾ നമ്മുടെ നേരിയ ചലനം പോലും ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് എത്രമാത്രം ശക്തമായി തിരിച്ചു കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ തോന്നൽ ഉണ്ടാക്കുന്നതിനുള്ള ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ കഴിഞ്ഞ കാലത്ത് പിന്നെ ഈ തഗ് ലൈഫ് പോലെ സിനിമ കണ്ടപ്പോൾ കമലഹാസനകത്ത് ഒരു 25-30 വയസ്സുകാരായിട്ട് ഒരു കാലത്തെ ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചപ്പോൾ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന കാലത്തെ ഒരു മനുഷ്യനെ പോലും മാറ്റാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ കാലത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഏതിലാണ് തൃപ്തി, എങ്ങനെയാണ് തൃപ്തി ഉണ്ടാക്കേണ്ടത്, ഏതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടുകൂടി കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്, ഇതിലൊന്നുമല്ല. ഇനിയും പുതിയ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതല്ല അടുത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിനോടൊപ്പം സഞ്ചരിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. സൈക്കിൾ ചവിട്ടുന്ന പെൺകുട്ടി ഞാനായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിലൊരു റിബൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ മരം കയറരുത് എന്ന് പറയുമ്പോൾ ഞാൻ മരത്തിൽ മാത്രം കയറിയിരുന്നാണ് പഠിച്ചത്. ഒരു വലിയൊരു പേരമരത്തിൻ്റെ മുകളിൽ. അതുപോലെ പീരീഡ്സ് ആയാൽ ചെമ്പകമരത്തിൽ തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തറവാട്ടിലെ ചെമ്പകമരത്തിലാണ് എന്തായാലും പോയി പൂ പറിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിഷേധാത്മകത്വം എനിക്ക് തോന്നുന്നു കുറേ കഴിയുമ്പോൾ അത് സർഗാത്മകതയുമായിട്ട് ചേരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഒരു വെല്ലുവിളി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എഴുത്തുകാരിയാവുക എന്നുള്ളത് തന്നെ. അപ്പോൾ എൻ്റെ പോലെ വളരെ ചെറിയ അനുഭവങ്ങളുള്ള ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ മകൾ, തീരെ ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശത്ത് വളരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു എഴുത്തുകാരിയാണെങ്കിൽ ആദ്യം അനുഭവങ്ങൾ വേണമെന്ന് പറയും. അന്നൊക്കെ നമ്മൾ ഈ തൃശ്ശൂരിലൊക്കെ വന്ന് ഇപ്പോ ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള അന്ന് അമ്മയ്ക്ക് ഞാൻ എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ ആദ്യം ഏറ്റവും പുതിയ കാലത്തെ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മ പറഞ്ഞു പുസ്തകം എടുത്തു കൊടുക്കുന്നത് ഞാൻ മാറ്റിയപ്പോൾ പിള്ളേരെടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ അവരെടുത്ത് തരണ്ടാകുന്നു. അങ്ങനെ കോവിഡ് പീരീഡിൽ ഞങ്ങൾ പഴയ എഴുത്തുകാരെ വീണ്ടും വായിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് 100 പേജെങ്കിലും അമ്മ വായിക്കുന്നുണ്ട്. 93 വയസ്സിൽ കണ്ണ് കാഴ്ചയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ അതിനകത്താണ് ചില വിശ്വാസങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം ഒരു പ്രശ്നമില്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു.
എല്ലാ ദിവസവും ഞാൻ എവിടേക്കിങ്ങനെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ പുസ്തകം തീർന്നു, നീ പുസ്തകം എടുത്ത് വെക്കണം എന്ന് പറയുന്ന ഒരു അമ്മ എനിക്കുണ്ട്. അപ്പോൾ പുസ്തകം എടുത്ത് വായിക്കുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു കാര്യം തന്നെയാണ്. ഒരു പുസ്തകമായിട്ട് നമ്മളെ ഒന്നും സ്വാധീനിക്കില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഇടക്കാലങ്ങളിൽ കോവിഡ് പീരീഡുകളിൽ നമ്മൾ തുടങ്ങിയ പുതിയ പുസ്തകങ്ങൾ പുതിയ എഴുത്തുകാരെ വായിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അത് വേണ്ട, പഴയ എഴുത്തുകാരെ പറ്റി. വീണ്ടും ഞാൻ ആ അമ്മയോടൊപ്പം തന്നെ എസ്കേപ്പറ്റെ കണ്ടപ്പോൾ ബഷീറിനെയും തകഴിയും കേശവദേവനെയും ഒക്കെ തന്നെ വീണ്ടും ഒന്നുകൂടെ വായിച്ചു തുടങ്ങി. അപ്പോൾ ആ വായന വേറെ തരത്തിൽ വേറെ കാഴ്ച നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. കാരണം പുതിയ കാലത്തെ ഇന്നത്തെ കാലത്ത് രേഖ പറഞ്ഞ അതേ സാധനമാണ്. അഖിൽ പി ധർമ്മജന്റെ റാംകേളി വായിച്ചു കഴിയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പല കാര്യങ്ങളും നമുക്കറിയാം, അവർക്ക് പുതിയതായ കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവര് അതിനെ പുതിയ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പല കാര്യങ്ങളും പാസ്റ്റ് തന്നെയാണ്, പഴയ ഭൂതകാലമാണ്. ഈ ഭൂതകാലത്തിന്റെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അതിനകത്തൊരു നൊസ്റ്റാൾജിയുടെ കളിക്കുന്നുണ്ട്. എല്ലാ കാലത്തും നൊസ്റ്റാൾജി വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഈ നൊസ്റ്റാൾജി വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മുടെയൊക്കെ ഈ ജീവിതത്തിലും ഉണ്ടെന്നതാണ്. ഈ പണ്ട് കാലത്ത് നമ്മൾ ഈ ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓട്ടോഗ്രാഫ് ഇന്നത്തെ കാലത്ത് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പക്ഷെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്ന ഒരു കാലത്തെ കുറിച്ച് നമ്മൾ എഴുതിയാൽ അതെന്ത് എന്ന് ചോദിക്കുന്ന ഒരു പുതിയ ജനറേഷനെ നമുക്ക് കാണേണ്ടി വരുമെന്നതാണ്. അപ്പം ഒരു പുസ്തകമായിട്ടില്ല, ഒരു ജീവിതമാണ് നമ്മൾ വായിച്ചതോ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ മറ്റൊരാൾ എഴുതി വെച്ചതുമായിട്ടുള്ള പല ജീവിതങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. ഞാനങ്ങനെ കൂടുതൽ വായിക്കുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് സിനിമയുടെ തിരക്കുള്ള വായന കുറവാണ്. പക്ഷെ പിന്നെ എനിക്ക് പ്രായം, എനിക്ക് 75 വയസ്സായി. അപ്പോൾ എൻ്റെ പ്രായം, ഞാൻ വായനയാക്കി പറഞ്ഞവരെ തകഴിച്ചേർക്കും ബഷീറും എസ് കെ പൊറ്റക്കാട് ഇവരൊക്കെയാണ് സ്വാധീനിച്ചിരുന്നത്. കവിതകളെ ചങ്ങമ്പുഴ, ഭാവി, കുഞ്ഞിരാമൻ നായർ, ഇവരൊക്കെ പുസ്തകങ്ങളാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. എന്നെ എങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരു എഴുത്തുകാരെന്നും സക്കറിയ, മുകുന്ദൻ, കാനഘട്ടമ്മയിലൊക്കെയുള്ള പുസ്തകങ്ങളാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. പൊതുവെ എന്നെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരൊന്നും എൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് പിന്നെ ഇന്നത്തെ എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യം ഇപ്പോൾ പറയാം. ഇപ്പം എഴുത്തുകാരാണോ സിനിമക്കാരാണോ നടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്നാൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എഴുത്തുകാരാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്താണെന്ന് വെച്ചാൽ നടന്റെ ടൂൾ ഞാനാണ്. ഇപ്പം മുമ്പേ ഒരാൾ പറഞ്ഞു കടലാസും പേന വെച്ച് എഴുതിയാൽ പോലെ അതെനിക്ക് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു. എഴുതിയാൽ മതി, അത് വായിക്കുന്ന ആളുകളുണ്ട്. ആർക്കും കടലാസും പേനയുണ്ടെങ്കിൽ എഴുതാം. വായനക്കാരൻ വേണം. വായനക്കാരനെ ശ്രദ്ധിക്കണമെങ്കിലോ അവനെ മറ്റൊരു ലോകത്തിലേക്ക്, മറ്റൊരു സംഭവത്തിലേക്ക് എത്തിക്കാൻ പറ്റണം, മറ്റൊരു ഇമോഷനിലേക്ക് എത്തിക്കാൻ പറ്റണം. അതോ ഭാഷ കൊണ്ടാകണം. ആ ഭാഷ ആർക്കൊക്കെ വേണം. അത് ചിലപ്പം കൊച്ചുകുട്ടികളെ വിട്ടേക്ക്, ഒരു ടീനേജേഴ്സാണ്, 10-17 വയസ്സ് മുതൽ ഈ പറഞ്ഞ 90 വയസ്സുള്ള ആൾ വരെ വായിക്കേണ്ടതാണ് ഈ പുസ്തകം. അവൻ്റെ ഓരോരുത്തരിലും ഈ വായനാനുഭവം ഉണ്ടാവണം. വായനാനുഭവം ഉണ്ടാകാൻ എങ്ങനെ വേണം? വായിക്കുമ്പം തിയേറ്ററിൻ്റെ ഹെഡ് അവൻ്റെ തലച്ചോറിൽ ഒരു വിഷ്വൽ ഉണ്ടാകണം. ആ വിഷ്വൽ ഉണ്ടാവണമെങ്കിലോ അതിന് പറ്റുന്ന ഭാഷകളായിരിക്കണം. ആ ഭാഷയിലായിരിക്കണം നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് കൃത്യമായ. അതായത് നമുക്ക് ഒരു പേജിൽ പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിക്കേണ്ട കാര്യം ഒരു പാരഗ്രാഫിൽ പറയാൻ പറ്റുന്നതാണ് ബുദ്ധിമുട്ട്. ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഒരു വാചകത്തിൽ പറയാൻ പറ്റിയത് അത് ഏറ്റവും വലിയ മിടുക്കാണ്. പക്ഷെ ആ ആശയം വിടുന്ന ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റിയത് അതാണ് ഏറ്റവും വലിയ മിടുക്ക്. അപ്പൊ അങ്ങനത്തെ വാക്കുകളും ആ വാക്കുകൾ കൊണ്ടൊരു സമസ്യ തീർക്കുകയും ചെയ്യുന്ന എഴുത്തുകാരെന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ ഇത് പറയാൻ കാര്യം, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് മലയാളം ഡിഗ്രിയിൽ ഒരു ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടു. ജയചന്ദ്രൻ സാർ, ഞാനൊന്നും എഴുതിയിട്ടൊന്നുമില്ല. എഴുതാൻ പേന എടുക്കുക, എന്തൊക്കെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അച്ഛനുമായിട്ട് താല്പര്യപ്പെടുത്തും. അതുകൊണ്ട് ആ പരിപാടി നിർത്തി. പറ്റില്ല. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നു, അതായിരിക്കാം. അപ്പൊ അറിയപ്പെടുന്ന അച്ഛന്മാരെ പറ്റി, അറിയപ്പെടുന്ന മക്കൾ, അതാണ് അതിന്റെ കണ്ടന്റ്. അതാണ് ഇപ്പൊ EMS പറ്റിയും അദ്ദേഹത്തിനെ മകള് വൈരപ്പള്ളി, അങ്ങനെ പല ആൾക്കാരെ പറ്റി അവരുടെ മക്കളെ എഴുതുന്നു. അപ്പൊ അങ്ങനെ എന്നെ കൂടെ എടുത്ത് ക്ഷണിച്ചിട്ടുണ്ട്. ഈ കത്ത് വന്നപ്പോൾ എനിക്കൊരു പരവേശം തുടങ്ങി. അതായത് എഴുത്തുകാരന്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത്. ഇത് പിന്നെ എഴുതണ്ടാന്ന് വെച്ചു. അച്ഛനെ പറ്റിയല്ലേ, അച്ഛനെ പറ്റി എന്തെങ്കിലും എഴുതിയില്ല കഴിഞ്ഞു. അങ്ങനെ അവസാനം തീരുമാനിച്ചു
ഓർമ്മയില്ലാതായി. സ്വന്തം അച്ഛനെ പറ്റി ഓർമ്മയിൽ തന്നെ ഉണ്ട്. അതൊരു 5 പേജ് ഞാൻ എഴുതി. ഗംഭീരമാണെന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. ആദ്യം വായിച്ച ആള് ഞാനാണ്. എന്റെ കയ്യിലാണ് കൊണ്ടുവരുന്നത്. ദിവസം രാത്രി വിളിച്ചിട്ട് നീ ഇവിടെ വാ, എവിടെ ഉണ്ടെന്ന് ചോദിച്ചു നിർബന്ധം പിടിച്ച് വായിച്ചു. അതിന്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇത്രയും വലിയ എന്നൊക്കെ വായിക്കുന്ന വായനക്കാരുടെ ഞാൻ ആ പുസ്തകമായിട്ട് എന്റെ ബാത്റൂമിൽ കയറുന്നത് വായിക്കുമ്പോഴത്തേ എന്റെ മാനസികാവസ്ഥ വ്യത്യസ്തമായി. ഞാൻ എന്റെ ഭാര്യ അതിന് വഴക്കുണ്ടാക്കിയിരിക്കുമ്പോഴായിരിക്കും ഈ പുസ്തകം എടുക്കുന്നതിൽ അതിന്റെ വായന വ്യത്യസ്തമായി. എന്റെ കുട്ടികൾ ശല്യപ്പെടുത്തപ്പോഴാണ് വേറെ. ഞാൻ സ്വസ്ഥമായിട്ട് എന്റെ വീട്ടിൽ എന്റെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോഴത്തെ വായന വേറൊന്നാണ്. പക്ഷെ ഞാൻ ഹോട്ടലിൽ ഇരിക്കുമ്പോഴത്തെ എന്റെ മുന്നിലെ വായന മറ്റൊന്നാണ്. എനിക്ക് ഞാൻ വായിക്കുന്നത് ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ വായിക്കണം. അതാണ് ഈ വായന ഇവിടെ കുറഞ്ഞെന്ന് പറഞ്ഞത്. എനിക്കൊരു 10 പേജ് വായിച്ച് മടക്കി വെച്ച് പിന്നെ 10 പേജ് എനിക്കത് പറ്റില്ല. ഈ പുസ്തകം കിട്ടിയാൽ അത് മുഴുവൻ വായിക്കണം. ഒറ്റ ഇരുന്ന് വായിച്ചാൽ എനിക്ക് അങ്ങോട്ട് സുഖമുള്ളൂ. അപ്പൊ ഇത് വായനക്കാരുടെ സ്വഭാവം വ്യത്യസ്തമല്ല. അപ്പോ എല്ലാ വായനക്കാരെയും തൃപ്തിപ്പെടുത്താം, അത് അനുവാചകരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സിദ്ധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടന്റെ ടൂള് നടനാണ്. എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് പലതും ശ്രദ്ധിക്കാം. എന്നാൽ എഴുതാനുള്ള എനിക്ക് പറയേണ്ട ഭാഷ എഴുത്തുകാർ എഴുതി തരും. സിനിമാ സംവിധായകനാണെങ്കിൽ അത് അയാളെ നയിക്കാൻ വേണ്ടി രൂപരേഖ സ്ക്രിപ്റ്റുണ്ട്. പിന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ ക്യാമറ ഉണ്ട്. അതിനുവേണ്ടി ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, സൗണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുസ്തകത്തിൽ രചനയ്ക്കതില്ലല്ലോ. വെറും നമ്മുടെ ഭാവനയുള്ള മറ്റൊരു അനുവാദികളുടെ ഭാവനയിലേക്ക് എത്തിക്കാൻ പറ്റണം. അതുകൊണ്ട് ഞാൻ എഴുത്തുകാരെ എന്നും ബഹുമാനിക്കുന്നു. സാർ ഉൾപ്പെടെ നമ്മുടെ വിശിഷ്ട അതിഥികളും എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരും സമയത്തെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. നമ്മുടെ ചർച്ച ഹോർത്തൂസിന്റെ സംവാദം, നാടകം, സിനിമ, സാഹിത്യം ഒരു വിജയമായി എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ചർച്ച ഇനിയും തുടരേണ്ടതുണ്ട്. ഇനിയും നമുക്ക് വേദികൾ ഉണ്ടാകും, അവസരങ്ങൾ ഉണ്ടാകും. ഈ തുടക്കം നല്ലൊരു തുടർച്ചയിലേക്കും ഒരു പടർച്ചയിലേക്കും വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇനിയും സംഘാടകരായും കാഴ്ചക്കാരായും കേൾവിക്കാരായും എല്ലാം ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.